UNA-യുടെ പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് ഈ സമരത്തിന്റെ ആരംഭത്തിൽ അവർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു. 40,000 രൂപ നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിച്ചു നൽകിയാൽ നമുക്കറിയാം DA ഉൾപ്പെടെ ഇടക്കാല ആശ്വാസം ഉൾപ്പെടെ ഏതാണ്ട് 62,000 രൂപയോളം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള നഴ്സിന് ശമ്പളം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ ജൂബിലിയും അമലയും ഒക്കെ എത്തുമായിരുന്നു. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് 62,000 രൂപയോളം ശമ്പളം കൊടുത്ത് ജൂബിലി എന്നല്ല മൾട്ടിനാഷണൽ ആശുപത്രികൾക്ക് പോലും അനുദിന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പൊതുസമൂഹത്തിൽ നിന്ന് ഈ ചോദ്യം ഉയർന്നപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടൊപ്പം തൃശൂർ അതിരൂപത നേതൃത്വത്തോടൊപ്പം ഈ ചോദ്യം ഉയർന്നപ്പോൾ പതുക്കെ UNA നേതൃത്വം 40,000 അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് പിന്മാറി. ഇന്നിപ്പോ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിയിലേക്ക് UNA നേതൃത്വം എത്തിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊരാവശ്യം എന്തായിരുന്നു? കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം ഇല്ലായ്മ ചെയ്യണം എന്നാണ് UNA ആവശ്യപ്പെട്ടിരുന്നത്. നഴ്സുമാരുടെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, അതിൽ നിയമവിരുദ്ധമായി എന്താണുള്ളത്? നഴ്സുമാരെന്നല്ല, കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ തൊഴിലാളികളെ നഴ്സുമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള ലേബർ നിയമങ്ങളനുസരിച്ച്, തൊഴിൽ നിയമങ്ങളനുസരിച്ച് തന്നെയാണ്. കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതി തൃശ്ശൂരിലെ പ്രമുഖ മലയാള പത്രങ്ങളിൽ ഒരു പരസ്യം വന്നിരുന്നു. നിങ്ങൾ പലരും അത് വായിച്ചിരിക്കും. ആ പരസ്യം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരു വർഷ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് വേണ്ടി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യമായിരുന്നു. എന്ന് മാത്രമല്ല, ആ പരസ്യത്തിൽ ഗവൺമെന്റ് ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാസ ശമ്പളം എന്ന് പറയുന്നത് 20,500 രൂപ, കേവലം 20,500 രൂപ മാത്രം. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് പോലും ഗവൺമെന്റ് ആശുപത്രികളിൽ നഴ്സുമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അതിന്റെ തെളിവാണല്ലോ പരസ്യമായി പത്രങ്ങളിലൂടെ വന്ന പരസ്യം. രണ്ടാമതായി, ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് ഗവൺമെന്റ് നൽകാൻ ഉദ്ദേശിക്കുന്ന ശമ്പളവും അടിച്ചു വന്നിരുന്നു 20,500 രൂപ. ഇപ്പോൾ എന്തെങ്കിലും കൂട്ടിത്തന്നാൽ മതി എന്ന് പറയുന്ന, അതിനുവേണ്ടി സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന UNA നേതൃത്വത്തോട് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഗവൺമെന്റ് ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് കേവലം 20,500 രൂപയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ തൃശൂർ ജൂബിലിയിൽ ഇന്ന് ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരു നഴ്സിന് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 32,780 രൂപയാണ് എന്ന് നിഷേധിക്കാൻ കഴിയുമോ? 32,780 രൂപ ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് ജൂബിലി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ മറ്റേത് ആശുപത്രിയിൽ ഒരു വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാർക്ക് ഇത്രയും ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ അഭിമാന സ്തംഭമായ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രി. എന്നിട്ടും ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് 100 ദിവസം സമരം പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ആ സമരത്തിന്റെ ലക്ഷ്യം ശമ്പള വർധനവല്ല എന്ന് മനസ്സിലാക്കുവാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എളുപ്പത്തിൽ കഴിയും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവസാനത്തെ അടവ് ഇന്ന് എന്തെങ്കിലും കൂട്ടിത്തരണം എന്ന് പറയുന്ന UNA നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ജൂബിലി മാനേജ്മെന്റിന് പറയാനായിട്ടുള്ളത്, തൃശൂർ അതിരൂപത നേതൃത്വത്തിന് പറയാനായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന
ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലല്ല 20,000, 25,000, 15,000 ശമ്പളം നൽകുന്ന ഇതര സ്വകാര്യ മാനേജ്മെന്റ് ആശുപത്രികൾക്ക് മുമ്പിലാണ് നിങ്ങൾ ആദ്യം സമരം നടത്തേണ്ടത്. എന്നിട്ട് അവർ പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. 450ഓളം ആശുപത്രികളിൽ ഞങ്ങൾ സമരം ആരംഭിച്ചു. ജൂബിലിയിലും അമലയിലും ഒഴികെ ബാക്കി എല്ലാ ആശുപത്രിയിലും ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു. എങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത്? ഞങ്ങൾ മാനേജ്മെന്റുകളായി കരാർ ഒപ്പിട്ടു, ശമ്പള വർധനവിന്റെ കരാർ ഒപ്പിട്ട് സമരം അവസാനിപ്പിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്ന UNA നേതൃത്വത്തോട് ആവർത്തിച്ച് ജൂബിലി മാനേജ്മെന്റ്, അമല മാനേജ്മെന്റുകൾ ചോദിച്ചു. ഞങ്ങൾ അൽമായ നേതാക്കൾ പല വേദികളിലും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. തൃശൂർ അതിരൂപത നേതൃത്വം വെല്ലുവിളിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശമ്പള വർധനവ് ഏർപ്പെടുത്തി സമരം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഇതര 430ഓളം ആശുപത്രികളിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ശമ്പള വർധന ഉൾപ്പെടുന്ന ആ കരാർ പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് മാത്രമല്ല, ഇതര ആശുപത്രികളിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ശമ്പളം എത്രയെന്ന് വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നിമിഷം വരെയും നമ്മൾ ഈ ടൗൺ ഹാളിൽ ഒത്തുകൂടി ഇവിടെ പ്രതിരോധ സംഗമം സൃഷ്ടിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇതര ആശുപത്രികളിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന ശമ്പളം എത്ര, ഇതര ആശുപത്രികളിൽ ശമ്പളം വർദ്ധിപ്പിച്ച് ഒപ്പുവെച്ചു എന്ന് പറയുന്ന കരാർ എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുവാൻ UNA നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതര ആശുപത്രികളിൽ ശമ്പള വർധനവ് എത്രയെന്ന് വെളിപ്പെടുത്താൻ UNAക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇതര ആശുപത്രികളിൽ ശമ്പളം വർദ്ധിപ്പിച്ച് മാനേജ്മെന്റുകൾ ഒപ്പുവെച്ചു എന്ന് പറയുന്ന കരാർ പുറത്തുവിടുവാൻ UNAക്ക് കഴിയാത്തത്? മറ്റൊന്നുകൊണ്ടല്ല, അത് ഇതര ആശുപത്രികളിലെ ശമ്പളം വെളിപ്പെടുത്തിയാൽ, ഇതര ആശുപത്രികൾ ഒപ്പുവെച്ചു എന്ന് പറയുന്ന കരാറുകൾ പുറത്തുവിട്ടാൽ ഇന്നും ഈ നിമിഷവും ജൂബിലിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ യാത്ര വരെ മറ്റൊരു ആശുപത്രി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വാസ്തവം തിരിച്ചറിയും എന്നതുകൊണ്ടാണ്, ആ ഭയം കൊണ്ടാണ് UNA നേതൃത്വം ഇതുവരെയും അത് വെളിപ്പെടുത്തുവാൻ തയ്യാറാകാത്തത്. അല്ലെങ്കിൽ എന്താ അവർക്ക് മടി? നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. സമരത്തിന്റെ ആരംഭ ദിശ തൊട്ട് ഈ നിമിഷം വരെയും നമ്മുടെ ആവശ്യം ഇതര ആശുപത്രിയിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന സാലറി, ശമ്പളം നിങ്ങൾ പുറത്തുവിടുക എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന ആശുപത്രിയായ ജൂബിലിക്ക് മുമ്പിൽ ഈ സമരം, ശമ്പള വർധനം ആവശ്യപ്പെട്ടൊരു സമരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് UNA നേതൃത്വം വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇനി ജൂബിലിയുടെ ചരിത്രം എന്താണ്? ജൂബിലിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഇതര സ്വകാര്യ മാനേജ്മെന്റുകളുടെ പോലെ ലാഭ കച്ചവടം നടത്തിയ ചരിത്രമല്ല ജൂബിലിക്കുള്ളത്. ജൂബിലി അമല ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവനക്കാരുടെ, ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ, ഇതര ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി തന്നെ പ്രവർത്തന പരിചയമുള്ള ചരിത്രമുള്ള ആശുപത്രികളാണ് ജൂബിലിയും അമലയും. ഇത് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. 2013 ആദ്യമായി കേരള സംസ്ഥാന ഗവൺമെന്റ് സ്വകാര്യ മേഖല നഴ്സുമാരെ സംബന്ധിച്ച് അടിസ്ഥാന ശമ്പള ഉത്തരവ് പുറത്തിറക്കിയത് 2013. 2013 സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്ക് ശമ്പളം പുതുക്കി കൂട്ടി നൽകുന്നതിന് ഒരു ഉത്തരവിറക്കിയപ്പോൾ ആദ്യം ആ ഉത്തരവ് 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുള്ളത്. അങ്ങനെ 2013 ഗവൺമെന്റ് ഉത്തരവിന് വിധേയമായി അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നാം ശമ്പള വർധനവ് നൽകി. പിന്നീട് 2018 കേരള സംസ്ഥാന ഗവൺമെന്റ് മറ്റൊരു ശമ്പള വർധന ഉത്തരവുമായിട്ട് രംഗത്ത് വന്നത്.